നിക്ക് കഴിഞ്ഞ ആഴ്ചത്തെ വീതം കിട്ടിയില്ല. എല്ലാരും വീതം കൊടുക്കണേ. എന്റെ എത്രയാ? നിന്റെ എനിക്ക് അറിയാത്ത പോലെ. 150 കഴിഞ്ഞ ആഴ്ചത്തെ. അപ്പൊ ഇന്നത്തോ? 50. 50 നാളെ എടുക്കാടാ. അമ്മയാണ് സത്യം, ഞാൻ എന്താ തരും. സുഖട്ടോ? ഓ, നിങ്ങളത് കിട്ടിയിട്ടില്ല. കടാ മിനിഞ്ഞാന്ന് നമ്മളെല്ലാരും കഴിച്ചില്ലേ? കഴിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളിയും കൂടി വേണമെന്ന് പറഞ്ഞപ്പോ 1/2 ലിറ്റർ മദ്യം ഞാൻ എന്റെ സാധനല്ലേ നിങ്ങൾ നമ്മൾ 4 ആളും കൂടി കഴിച്ചേ. കഴിക്കുമ്പോ മാത്രം ഓർമ്മ മതിയാ. അതാ പറഞ്ഞേ. അപ്പൊ നിന്റേത് കിട്ടില്ല. എന്റേത് കഴിഞ്ഞ ആഴ്ചത്തെ 2 ലിറ്റർ വെള്ളം, ചില്ലി ചിക്കൻ, 4 പൊറോട്ട, ഇപ്പഴത്തത് കടല, ഇതെല്ലാം വാങ്ങിയില്ലേ? എല്ലാം കൂടി എന്റേത് 265 ഉറുപ്പ്യായി. അപ്പൊ 35 ഉറുപ്പ്യ അടുത്തേക്ക് ഞാൻ തരാം. ഓക്കെ. മയ്യടെ എച്ചിക്കണക്ക് വിട്. ഒരു നല്ലൊരു പണി തുടങ്ങാൻ നോക്കുമ്പോ ഒരു ഐശ്വര്യായിട്ട് തുടങ്ങി. പ്ലാസ്റ്റിക് എന്തെന്ന്? പ്ലാസ്റ്റിക് എത്രയാ കൊടുത്തേ? 50. എടാ അയിമേൽ പാല് കിട്ടുവാ. എനിക്ക് മണ്ണെണ്ണ വയ്ക്കാതെ നിന്റെ മരണഭാഗ്യം. അല്ലടേ, ഈ കാരണവർക്ക് തൊട്ട് ഉറപ്പിക്കുന്ന പരിപാടിയൊന്നും ഇല്ലേ? അമ്മ കാരണം സിസേറിയായിട്ട് മരിച്ചതാ. അമ്മായി കാരണം ഒരു തുള്ളി കൊടുക്കാൻ പാടില്ല. സിസേറിയനാ? ലിവർ സിസേറിയൻ. എടാ ലിവർ 06. ആ പേര് നീ പറഞ്ഞു പഠിക്കുന്നതല്ല. കാരണം ഭാവിയിൽ നിനക്ക് വരാൻ വേണ്ടി പോകുന്ന രോഗം അത്. ഇതേ രീതിയിൽ പോകുന്നെങ്കിൽ നിന്റെ മരുവൻ ഭാവിയിൽ പറയൂ, എന്റെ മാവന് ലിവർ 06 വന്നിട്ടാ മരിച്ചിനി. നമ്മളെ കാരണവർക്ക് പിന്നെ അതൊന്നുമില്ല. പാലാ കുടിക്കുന്നത് അല്ല ജ്യൂസാ? ഇപ്പൊ മോനെ ഇന്നലത്തെ ആ സാധനത്തിന്റെ കിട്ടങ്ങോട്ടൊന്ന് ഒതുങ്ങി. ഇന്നലെടാ നമ്മളെ ബാഡ് നമ്പർ സുശീലേക്കിന്റെ മോന്റെ കുട്ടീന്റെ ബർത്ത്ഡേയാ. ബർത്ത്ഡേക്ക് മോനെ ഒരു പെഗിൽ ഞാനങ്ങ് സൈഡായി പോയി. ഒറ്റ പെഗിലാ? സാധനം ഏതാ സാധനം ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഓർത്ത് നോക്ക് അതിന്റെ പേര്. ഓർത്ത് നോക്കുന്ന വെച്ചാല് 6, 7, 8 അതൊന്നും അല്ലടാ. അതായത് 7ാമത്തെ പെഗിലാന്നോ 8ാമത്തെ പെഗിലാന്നോ സൈഡായതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ 6 കയറുന്ന കിട്ടുന്നെല്ലാം വാങ്ങി അടിക്കുന്നുണ്ടല്ലേ പ്രശ്നം. എടാ ആ വീടിന്റെ കുറ്റി അടിച്ച് ആരാന്ന്? ഇല്ലാണ്ട് നിങ്ങളിപ്പോ എത്രാമത്തെ പറ്റി പഠിക്കുന്നത്? ഞാനിപ്പോ ഒരു 360 കടന്ന് ഇങ്ങനെ പോവാ. ശരി. അപ്പൊ നിങ്ങളെ വീട്ടിന്റെ കുറ്റി ഇതുവരെ അടിച്ചാ? അതിനിടെ സമയം വേണ്ടേ? സമയമില്ലടാ. കേട്ട ഒരു കോള് വരുന്നുണ്ട്. സൈലന്റ്. ഹലോ, ആര്? എങ്ങനെ? ഒച്ചക്കല. ജമീൽത്ത. എന്താന്ന് ജമീൽത്ത? ഇത് കഴിഞ്ഞ ആഴ്ച കുട്ടിക്കൂടെ കഴിഞ്ഞല്ലേ? വായലടിയുന്നില്ലേ? വായലടിയുന്നില്ല? ഇവിടെ അടിച്ച് ഒന്ന് നോക്ക്. ടൈറ്റായി ഇല്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ പയ്യ വന്നിട്ട് അടച്ചാൽ മതിയാ. എൻ്റെ അമ്മ ആ വാതിൽ എന്നേക്കുമായി അടഞ്ഞു. ദേശോദിക്കടെ തരൂ. എടാ മോനെ, നീ നാളെ രാവിലെ നടക്കാൻ പോകുമ്പോൾ ഒരു മിസ് കോൾ എനിക്ക് വീഴണം. എന്റെ രാവിലത്തെ നടത്തം നിർത്തി. അതെന്തേ? എന്റെ നടത്തം ശരി, എന്റെ ഭാര്യ എന്റെ കൂടെ നടക്കാൻ തുടങ്ങി. വളരെ നന്നായി. അത് നന്നായി. ഈ രാവിലെ തന്നെ എടിയാ പോണ്ടത്? അടാ നാളെ രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കുപ്പിയടി ഉണ്ട്. അല്ല, കുറ്റിയടി. അതായത് നമ്മളെ കൊട്ടിലെ വീടില്ലേ, കൊട്ടിലെ വീട്ടിലെ ഏറ്റവും ഇളയ ചെക്ക അമേരിക്കയിലാണ്. ചെക്കൻ്റെ വീട്ടിൻ്റെ കുറ്റിയടിയാ നാളെ. ചെക്കൻ പക്ഷെ നാളെ ഇടിയില്ല. ചെക്ക അമേരിക്കന്ന് വാട്സപ്പിൽ ഇത് കാണുകയില്ല. അപ്പൊ നിങ്ങൾക്ക് ദക്ഷിണയിൽ എങ്ങനെ കിട്ടുക? ദക്ഷിണ എന്ന് പറഞ്ഞാല് നമ്മള് ഇത് നമ്പർ കൊടുത്തിട്ടില്ലേ ബാങ്കിലെ, $600 ആയിട്ട് ഇങ്ങോട്ട് വരൂലേ? നീ കഴിക്കടാ. ഇല്ല കഴിക്കും. ഞാൻ ആകെ മൂഡ് ഓഫിലാ. ഇന്നലെ എന്നെ പോലീസ് പിടിച്ചില്ലേ സുഖോട്ടാ? വീണ്ടും പിടിച്ചാ? ഏടിയാ പിടിക്കാണ്ടിരിക്കുക? പെരുന്നാളും പോന്നാളും എല്ലാം ബാക്ക് കയറ്റിട്ട് ഞാൻ കൊണ്ടാക്കാൻ പറഞ്ഞിട്ടില്ലേ? അന്നേരേ എനിക്ക് തോന്നി പോലീസ് പിടിക്കുന്നത് കിട്ടണോ? ഞാനിപ്പോ അളിയനോടൊന്ന് പറയാ. അളിയന്റെ വണ്ടിയല്ലേ? ഏതളിയന്റേനു? ഗുളികന്റെ അളിയന്റെ. ഗുളികനെ കിട്ടുന്ന അളിയന്റെ. ഗുളികനെ കിട്ടുന്ന അളിയന്റെ അതെ വണ്ടിയല്ലേ പിടിച്ചത്. പെങ്ങളെ മുഖത്ത് അങ്ങനെ നോക്കൂ. ഈ അളിയന്റെ വണ്ടി പിടിച്ചാൽ നീ പെങ്ങളെ മുഖത്ത് നോക്കുന്നതിന് പ്രശ്നം? എടാ, ഈ അളിയന് കൊടുക്കേണ്ട ഫുള്ളാണ് ആ വണ്ടിനകത്തുള്ളത്. ഏതാ സാധനം? കോണ്ടസിയാ? അളിയന് കോണ്ടസാ, നമുക്ക് കിട്ടണോ? മാഹിയാടാ. പൂട്ടിയ പാറെല്ലാം തുറന്ന ശേഷം സർക്കാർ ഒന്ന് ഉണർന്നു. എത്ര കുടുംബങ്ങളെ കുടിയാന്മാർ പറ്റുന്നത് സമ്മതിക്കണോ?
നമ്മുടെ നാടിന്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് കുടിയന്മാരായ നമ്മളല്ലേ. സമൂഹത്തിൽ എന്തിന് നമുക്ക് എന്തെങ്കിലും വിലയുണ്ടാ? ഉണ്ടാ? വെറും കീറ തുണികൾ. കേക്കൻ തിരക്കുള്ള ചക്കര ചോദിച്ചു കൊടുക്ക്. ഓടിക്കടയൊക്കെ ദേശാനക്ക് ചോദിച്ചോ ഒരു നീടി ആടിയടാ കേക്കന് കൊടു. കൂടി കഴിക്കും ദേശം ചോദിക്കാൻ അമേരിക്ക, യൂറോപ്പ്, ജപ്പാൻ, ചൈന എന്നീ രാജ്യങ്ങളിലെ മദ്യം സുലഭമല്ലേ? അവിടെ മദ്യപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ സുഗുണ? സുഗുണ എടാ ചെക്കന് കൊടുക്കല്ലേ, ചെക്കൻ കൈ വിട്ടുപോയി. അനക്ക് ദേശം ചോദിക്ക്. ചെക്കൻ പറഞ്ഞത് ശരിയല്ലേ? 10-8 രൂപയുടെ സാധനം വാങ്ങി പിന്നെ എവിടെ അടിക്കണ്ടേ? പഞ്ചായത്തിന് അടിക്കുക, റോഡ് മുന്ന് അടിക്കുക, വില്ലേജ് സ്ഥലത്ത് അടിക്കാൻ പറ്റുക? നിങ്ങൾ പറ എവിടെ അടിക്കണ്ടേ? വീട്ടിൽ നിന്ന് വെച്ചു വിടറാ. എന്നപ്പോ നിങ്ങൾ വീട്ടിൽ പോയാലോ? അത് കോട്ടേജ് അല്ലേ? കലാശക്കോട്ടാണ്. ലൗസിപ്പ് ഉണ്ട്. ആർക്കാ വേണ്ടേ? ആരിക്കാ വേണ്ടേ? ഒഴികെ ലൗസിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുടിയന്മാരുടെ കൂട്ടത്തിൽ അതിന്റെ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു ബയോളജി അല്ലേ? സയൻസും കൂടി വരും. അത് സയൻസും കൂടി വരും. അയ്യോ ഇതൊരു ലൗസിപ്പ് തന്നെയാ, ലൗസിപ്പ്. സുഖട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇതാണ് ചോദിക്കണേ. നമ്മൾ ഈ കുടിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു പോലീസ് ജീപ്പ് വരികയാണെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യാ? പോലീസ് ജീപ്പ് വരികയാണെങ്കിൽ പോലീസ് ജീപ്പ് വന്ന എടാ നമ്മള് സിഗരറ്റിന്റെ പാക്ക് കണ്ടില്ല, അതിന്റെ പുറത്തുനിന്ന് എഴുതി വെച്ച് നീ സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരം എന്നിട്ട് നമ്മള് വലിക്കുന്നില്ലേ? വലിക്കുന്നുണ്ട്. ഈ മദ്യക്കുപ്പി അതിന്റെ പുറത്തുനിന്ന് എഴുതി വെച്ച് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. എന്നിട്ട് എന്താടാ നമ്മള് കഴിക്കുന്നില്ലേ? ആ അപ്പോ ഇതിനൊക്കെ രക്ഷാകവചായി ഞാനൊരു സൂത്രപ്പണി ഒപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടല്. എവിടെ പിടിക്കുക എനിക്ക് ചോദിക്കുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ എന്താണെന്നില്ലേ, ഇതാണ് സാധനം. ഇതാ പുകവലി ആരോഗ്യത്തിന് ഹാനികരം. വായിക്കട നീ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനി. ഈ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ വെച്ച് എന്ത് തോന്നിയ വണ്ടിക്ക് നമുക്ക് ചെയ്യാം. എടാ ഇതേപോലത്തെ ബോർഡ് വെച്ചിട്ടല്ലേ കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യുന്നതും സർക്കാർ പൈസ ഉണ്ടാക്കുന്നതും. പിന്നെ എങ്ങനെയാന്ന് എന്റെ വിചാരവും? നിങ്ങളൊരു പടയപ്പന്നെ സുഖാട്ടാ. അതൊക്കെ മേലെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബെല്ലൈക്കൺ ബട്ടൺ അമർത്താൻ മറന്നു പോകരുത്. ഇതാ പണ്ടൊരാരോ പറഞ്ഞത്, പകലരുത്, പതിവരുത്, പലരരുത്, പോലീസ് വന്നാൽ പതരരുത്.